ഗാസ, ഫലസ്തീൻ, ഇസ്രായേൽ എന്നിങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഗാസയിൽ കുട്ടികൾ കൊല്ലപ്പെട്ടാൽ നമ്മൾ അപലപിക്കും, ഫലസ്തീനിൽ കുട്ടികൾ കൊല്ലപ്പെട്ടാൽ നമ്മൾ അപലപിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മതപരമായി ആ വിഷയത്തെ കൂട്ടിക്കെട്ടും. അങ്ങനെ പല പല രീതിയിൽ നമ്മൾ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ തികച്ചും മനുഷ്യാവകാശ നിയമങ്ങളുടെ അങ്ങേയറ്റത്തെ ലംഘനം നടക്കുന്ന ഇതിലും വലിയ രാജ്യങ്ങളുണ്ട്. അവിടെയും കുട്ടികൾ കൊല്ലപ്പെടാറുണ്ട്. അവിടെയും ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഒരു വരി ഇവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടേയില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സുഡാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവിടെ 54 പേരുടെ ജീവൻ എടുത്ത, അതിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമായിരുന്നു, 54 പേരുടെ ജീവൻ എടുത്ത ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഈ സുഡാനിലെ വിമത സേനയായിട്ടുള്ള RSF, പാരാമിലിറ്ററി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. RSF അവിടെ സൈന്യത്തിന് നേരെ നടത്തിയ ഒരു അറ്റാക്കിൽ അവിടെ ഒരു ഓപ്പൺ മാർക്കറ്റായിരുന്നു, ഒരു തുറന്ന ചന്തയായിരുന്നു അവർ ആക്രമിച്ചത്. 54 സ്ത്രീകളും കുട്ടികളും മരിച്ചു, 158 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 1 ആരോഗ്യ വകുപ്പ് ഇതിനെക്കുറിച്ചുള്ള വിവരവും നൽകിയിട്ടുണ്ട്. സുഡാൻ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ഖലീദ് അൽ അലീസർ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് ക്രിസ്ത്യാനികൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് സുഡാൻ. അവിടെ ഇസ്ലാമിക ഭരണം വന്നതിന് ശേഷം ക്രിസ്ത്യൻ പള്ളികളടക്കം ഈ RSF എന്ന് പറയുന്ന വിമത സേന താവളമാക്കുന്നുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളികൾ മുഴുവൻ തകർത്തുകൊണ്ടാണ് അവിടെ ഈ RSFനെ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അവിടെയുള്ള വമ്പൻ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ RSFും ഈ അവിടെയുള്ള മിലിറ്ററിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം സുഡാനിലെ സാംസ്കാരിക മന്ത്രിയും സർക്കാർ വക്താവുമായിട്ടുള്ള ഖാലിദ് അൽ അലീസർ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഈ ആക്രമണം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമില്ല. 2023 ഏപ്രിൽ മുതൽ സുഡാനിലെ ഈ സംഘർഷം തുടരുകയാണ്. നമ്മൾ ഫലസ്തീനിലെയും ഗാസയുടെയും കാര്യം പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സുഡാനിലെ കാര്യം പറയാത്തത് എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. സുഡാനിൽ രണ്ട് മതസ്ഥരല്ല തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് എന്നതുകൊണ്ടാണോ? അവിടെ മരിക്കുന്നത് കുട്ടികൾ തന്നെയാണ്, അവിടെ മരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവിടെ ഒരേ മതസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടുകയാണ് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു ക്രിസ്തീയ വിഭാഗം അവിടെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്തീയ വിഭാഗമായി മാറി അവർ അതീവ ദുരിതം നേരിടുന്നു എന്നുള്ളതാണ്. ഈ 2023 ഏപ്രിലിൽ സൈന്യവും RSFിൻ്റെ നേതാക്കളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഏറ്റുമുട്ടലിൽ തലസ്ഥാനമായ കാർട്ടൂമിലും മറ്റ് നഗരങ്ങളിലും തുറന്ന പോരാട്ടങ്ങൾ രൂപപ്പെട്ടതോടെയാണ് സുഡാനിലെ സംഘർഷങ്ങൾ ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. വിശാലമായ വടക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത്. അതിഭീകരമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് സുഡാനിലുണ്ട്. ഈ സംഘർഷത്തിൽ 28,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും കണക്കിന് ആളുകൾ അവരുടെ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഒരു കാര്യം ആലോചിക്കണം, 28,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മരിച്ചത് 54 പേരാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും പട്ടിണി കാരണം ചില കുടുംബങ്ങൾ ഒന്നാകെ ഒരുമിച്ച് മരിച്ചു പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം സംഘർഷം വംശീയമായി പ്രേരിപ്പിച്ച കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഈ അതിക്രമങ്ങൾക്ക് കാരണം എന്താണ് എന്ന് ഐക്യരാഷ്ട്രസഭ പോലും ഇതിനെ തിരിഞ്ഞു നോക്കാനായി തയ്യാറായിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മനുഷ്യരാശിക്കെതിരായ ഒരു കുറ്റകൃത്യങ്ങൾ അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു രാജ്യങ്ങളും തിരിഞ്ഞു നോക്കാനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ ഒരു ജനത അവിടെ മരണപ്പെടുന്നുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന ഇരുണ്ട ഭൂഖണ്ഡമായതുകൊണ്ടാണോ അവിടെയുള്ള ജനങ്ങൾ ബാർബേറിയൻസ് ആണ്, അതായത് അവരെല്ലാം കാനിബൽസ് ആണ്, ബാർബേറിയൻസ് ആണ് എന്ന വെള്ളക്കാരൻ മുദ്ര കുത്തിയത് കൊണ്ടാണോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്? അല്ലെങ്കിൽ രണ്ട് മതസ്ഥരും സമാനമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതാണ് ലോകരാജ്യങ്ങളോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.